59ാമത്തെ സെഷനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആ സെഷനിലെ വർക്ക്ഷീറ്റിൽ 4 ചോദ്യങ്ങളുണ്ട്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ആ മെയിൻ ക്വസ്റ്റ്യൻസാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം നമുക്കൊന്ന് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ABC are the sides opposite to the angles ABC of triangle ABC. ട്രയാങ്കിൾ എ ബി സി ഉണ്ട് ഇവിടെ. നമുക്ക് ട്രയാങ്കിൾ എ ബി സിയുടെ ഇതാണ് ട്രയാങ്കിൾ എ ബി സി. ഈ ട്രയാങ്കിൾ എ ബി സി ഉണ്ടല്ലോ ഇവിടെ, എ ബി സി. എക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്മോൾ ലെറ്റർ എ, ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്മോൾ ലെറ്റർ ബി, സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്മോൾ ലെറ്റർ സി, എ ബി സി. ഓക്കെ, ഡ്രോ എ റഫ് ഡയഗ്രാം of triangle, its circumcircle and the diameter from B. അതായത് ഈ ട്രയാങ്കിൾ വരയ്ക്കുക, ട്രയാങ്കിളിലൊരു സർക്കംസർക്കിൾ വരയ്ക്കുക, എന്നിട്ട് ബിയിൽ നിന്ന് ഒരു ഡയമീറ്റർ ആ സർക്കംസർക്കിളിന് വരയ്ക്കുക. അപ്പം ഇങ്ങനെയാണ് ആ സർക്കംസർക്കിൾ വരുന്നത്. ഇതുപോലെ ആയിരിക്കും സർക്കംസർക്കിൾ വരുന്നത്. ഈ ട്രയാങ്കിളിനൊരു സർക്കിൾ ഉണ്ടായിരിക്കും, ഇതുപോലെ ഇരിക്കുമല്ലോ. വ്യക്തമായിട്ട് നമുക്ക് വരക്കാം. ഏതൊരു ട്രയാങ്കിളിനും ഒരു സർക്കിൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് സർക്കിൾ ഓഫ് ദ ട്രയാങ്കിൾ. ഓക്കെ, ഇങ്ങനെയായിരിക്കും ട്രയാങ്കിളിലെ സർക്കിൾ വരുന്നത്. ഓക്കെ, എന്നിട്ട് ബിയിൽ നിന്ന് ഒരു ഡയമീറ്റർ വരക്കുന്നു. ഡയമീറ്റർ കട്ട് ദ സർക്കിൾ അറ്റ് ദ പോയിൻ്റ് പി, ഒരു പോയിൻ്റ് പി എഴുതാം. ആൻഡ് ജോയിൻ ദിസ് ലൈൻ പി സി. നമുക്കത് ഇങ്ങനെ വരക്കാം. ഡ്രോ ദ ഡയഗ്രാം ഓഫ് ട്രയാങ്കിൾ സർക്കിൾ ആൻഡ് ഡയമീറ്റർ ഫ്രം ബി. അപ്പോൾ ബി പി ഈസ് ദ റേഡിയസ്. അപ്പോൾ ഈ ആദ്യത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കൺസ്ട്രക്ഷനാണത്. ഓക്കെ, സർക്കിൾ വരക്കുന്നു. ബിയിൽ നിന്ന് ആ ട്രയാങ്കിളിലേക്ക്, ആ സർക്കിളിന് ഒരു ഡയമീറ്റർ വരക്കുന്നു. ഇതാണ്. ആർ ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. പ്രൂവ് ദാറ്റ് എ ബൈ സൈൻ എ ഈസ് ഈക്വൽ ടു 2r. എ ബൈ സൈൻ എ ഈസ് ഈക്വൽ ടു 2r. ഫ്രം ദ ഫിഗർ ഓക്കെ, ആംഗിൾ BAC is equal to angle BPC. BAC and BPC are equal. The reason എന്താണ്? Angles in the same arc. Angles in the same arc. In the angles in the same arc. Same arc of a circle. Okay, triangle BPC is a right triangle. നമുക്കറിയാം, വ്യക്തമാണ് കാര്യങ്ങൾ. അത് റൈറ്റ് ട്രയാങ്കിൾ ആവുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഇത് ആംഗിൾ എ തന്നെയാണ്. ഓക്കെ, ഈ എ തന്നെയാണ് ഇവിടെ കാണുന്ന ആംഗിൾ. ഇത് റൈറ്റ് ട്രയാങ്കിൾ ആവുന്നു. ആംഗിൾ ഇൻ ദ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. ഓക്കെ, ഇവിടെ നമുക്ക് അപ്പോൾ ഇവിടെ നിന്ന് ഇവിടത്തോളമുള്ള ഈ ഡിസ്റ്റൻസ് 6 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടത്തോളം എത്രയായിരിക്കും? 2r ആയിരിക്കും. അപ്പോൾ സൈൻ എ ഇസ് ഈക്വൽ ടു, എ എന്ന് പറയുന്ന ആംഗിൾ ഇതാണ്. ഈ ആംഗിൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. സൈൻ എ ഇസ് ഈക്വൽ ടു ബി സി ബൈ ബി പി. ദാറ്റ് ഇസ് ഈക്വൽ ടു എ ബൈ BP. BP is 2r. That is sin A is equal to A by 2r. Therefore, A by sin A is equal to 2r എന്ന് എഴുതാം നമുക്ക്. A by sin A is equal to 2r. ആദ്യത്തെ ചോദ്യമാണത്.
ഓക്കെ, ആദ്യത്തെ ചോദ്യത്തിൽ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനാണ് ഈ കാണുന്നത്. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇത് ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. ഇത്രയേ ഉള്ളൂ. ഇഫ് ആംഗിൾ എ is equal to 40, opposite side is 12, what is the radius of the circle? നമുക്കറിയാലോ, a by sin a is equal to 2r. അപ്പോൾ 12 by sin 40 is equal to 2 times radius. That is 12 by 2r അല്ലെങ്കിൽ 12 is equal to, നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, അതാണ് കുറച്ച് നല്ലത്. 12 is equal to 2r into sin 40. That is 12 is equal to 2r into, ഇത് നമുക്ക് ഇവിടെ ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ r is equal to 12 by 2 is equal to r sin 40. That is 6 is equal to r into sin 40. Sin 40 is 0.0. Sin 40 is equal to 0.6428. R is equal to 6 by 0.6428. The answer is 9.33 centimeter. ഇങ്ങനെ എഴുതാം. ഇതാണ് റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഓക്കെ, രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഒരു ട്രയാങ്കിൾ തന്നെ. ആ ചോദ്യം ഇങ്ങനെയാണ്. ഓക്കെ, എ ബി സി ആർ ദ ആംഗിൾസ് ആൻഡ് A, B, C are the sides opposite to these angles. R is the radius of the circumcircle. Radius of the circumcircle. ഓക്കെ, അപ്പോൾ നമുക്ക് തെളിയിക്കേണ്ടതാണ്. പ്രൂവ് ദാറ്റ് ഇതാണ്. പ്രൂവ് ദാറ്റ് ഏരിയ എ ഇസ് ഈക്വൽ ടു ABC by 4r. ഇങ്ങനെ നമുക്കൊരു ഫോർമുല ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏരിയ എ ഇസ് ഈക്വൽ ടു ABC by 4r. ഇനി ബി, if the sides are 12 centimeter, 5 centimeter and 13 centimeter, then what is the radius of the circumcircle? Radius of the circumcircle. ഇത് അല്ലാതെ തന്നെ നമുക്ക് എഴുതാം. ഈ ഫോർമുല ഇടണമെന്ന് ആവശ്യമില്ല. ദിസ് ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. ഇതിന് പകരം വേറെ ഏതു നമ്പറുകൾ തന്നു കഴിഞ്ഞാലും, ഇഫ് ദ സൈഡ്സ് ആർ, അതർ 3 സൈഡ്സ് ആർ ഗിവൺ, ദെൻ വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കംസർക്കിൾ? ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഈ ചോദ്യത്തെ ഒരു ചെറിയൊരു മാറ്റം വരുത്താം. ഇഫ് വൺ സൈഡ് ഓഫ് ആൻ ഇക്വലാറ്റർ ട്രയാങ്കിൾ, if one side of an equilateral triangle, one side of an equilateral triangle is 10 centimeter, then what is its circumradius? What is the radius of the circumcircle? Of its circumcircle. ഇതും നമ്മൾ മറ്റൊരു തരത്തിൽ ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ ഉത്തരത്തിലേക്കൊന്ന് കടക്കാം. ഇങ്ങനെയാണ് ചിത്രമൊന്ന് നമ്മൾ വരക്കേണ്ടത്. ആദ്യം നമ്മളൊരു സർക്കിൾ വരക്കുന്നു.
ആ സർക്കിളിൽ ഒരു ട്രയാങ്കിൾ വരക്കുന്നു, അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ മാത്രം വരച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ട് സർക്കിളിൻ്റെ ആവശ്യമില്ല. എ ബി സി ഈസ് എ ട്രയാങ്കിൾ. ദിസ് ഈസ് എ, ദിസ് ഈസ് ബി ആൻഡ് ദിസ് ഈസ് സി. നമ്മൾ ആദ്യം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. എ ബൈ സൈൻ എ ഇസ് ഈക്വൽ ടു 2r എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ആദ്യം കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എ ബൈ സൈൻ എ ഇസ് ഈക്വൽ ടു 2r മുൻപൊരിക്കൽ പ്രൂവ് ചെയ്തു. ഇതിൻ്റെ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വേറെ പലതും എഴുതാം. എ ബൈ സൈൻ എ ഇസ് ഈക്വൽ ടു 2r ഓർ ബി ബൈ സൈൻ ബി ഇസ് ഈക്വൽ ടു 2r ഓർ സി ബൈ സൈൻ സി ഇസ് ഈക്വൽ ടു 2r. ഇത് മൂന്നും എഴുതാം നമുക്ക് ഇതിനകത്തുനിന്ന്. ഓക്കെ, എ ബൈ സൈൻ എ ഇസ് ഈക്വൽ ടു 2r എന്ന് മാത്രമല്ല, നമ്മളിതിൽ ഏതെങ്കിലും ഒരെണ്ണം ആവശ്യത്തിന് എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എ ബൈ സൈൻ എ ഇസ് ഈക്വൽ ടു 2r എഴുതി. ഓക്കെ, ഏരിയ ഓഫ് ദ സർക്കിൾ ഇസ് ഈക്വൽ ടു ഹാഫ് ബി സി സൈൻ എ. ഇതും നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഹാഫ് ബി സി സൈൻ എ ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടു, ഇത് മുൻപൊരു വർക്ക്ഷീറ്റിൽ കണ്ടു. എ ബൈ സൈൻ എ ഇസ് ഈക്വൽ ടു ആർ, ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ബി സി സൈൻ എ. രണ്ടും കൂടി ചേർത്ത് നോക്കുക. ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ബി സി ഇൻറ്റു സൈൻ എ. ഇതിൽ നിന്ന് നമുക്ക് എഴുതാമല്ലോ എ ബൈ 2r ഇസ് ഈക്വൽ ടു സൈൻ എ. അപ്പോൾ ഇവിടെ ഹാഫ് ബി സി സൈൻ എക്ക് പകരം എ ബൈ 2r എന്നെഴുതാം. അപ്പോഴെന്താവും? എ ബൈ 2r. അപ്പോൾ എന്തായി മാറും? എ ബി സി മുകളിൽ വരുന്നു. എ ബി സി ബൈ എ ബി സി ബൈ എ ഇൻറ്റു ബി ഇൻറ്റു സി ബൈ 4r താഴെ വരുന്നു. ഇതാണ് നമ്മൾ ഏരിയ ഇസ് ഈക്വൽ ടു എ ബി സി ബൈ 4r എന്ന് തെളിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ കണ്ടെത്താനായിട്ട് സാധിക്കും. സർക്കിളിൻ്റെ റേഡിയസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കണ്ടെത്താനായിട്ട് സാധിക്കും. അതിനുള്ള ഒരു ചോദ്യമായിട്ട് നമുക്കിത് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. ഓക്കെ, മറ്റൊരു ചോദ്യം ഇതിൽ കൊടുത്തിരിക്കുന്നത്, മൂന്നാമത്തെ ചോദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ആ ചോദ്യം കൊടുത്തിരിക്കുന്നത് ഇതാണ്. ഈ 2 ചോദ്യങ്ങളും ഇതുണ്ടോ, എ ബി സി 3 ചോദ്യങ്ങളാണ് ഈ കാണുന്നത്. 3 സബ് ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, ദ കോഡ് ഓഫ് എ സർക്കിൾ വിത്ത് റേഡിയസ് 7 മേക്സ് 110 ഡിഗ്രി അറ്റ് ദ സെൻറ്റർ. Chord of a circle subtend 110 degree at the center. ഒരു സർക്കിളിൻ്റെ കോഡ് അതിൻ്റെ സെൻറ്ററിൽ 110 ഡിഗ്രി ഉണ്ടാക്കുന്നു. ഏതാണ്ട് ഇതുപോലെ നമുക്കതിനെ കാണാം. ഇതൊരു സർക്കിൾ, അതിൻ്റെ ഒരു കോഡാണ് ഈ കാണുന്നത്. ഇത് 110 ഡിഗ്രി ഇവിടെ ഉണ്ടാക്കുന്നു. കോഡ് എ ബി മേക്സ് 110 ഡിഗ്രി അറ്റ് ദ സെൻറ്റർ. ലെങ്ത് എ കോഡ് ഓഫ് സർക്കിൾ വിത്ത് റേഡിയസ് 7. ദിസ് ഈസ് 7. 110. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ കോഡ്? വാട്ട് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ ടു ദ കോഡ്? കാൽക്കുലേറ്റ് ദ ഏരിയ. വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്യാം. ഇവിടെ നിന്ന് നമുക്കൊരു പെർപെൻഡിക്കുലർ വരക്കുന്നു. പെർപെൻഡിക്കുലർ ഫ്രം സെൻറ്റർ ടു ദ കോഡ് ബൈസെക്ട് ദ കോഡ് എന്ന് നമുക്കറിയാം. ഓക്കെ, എ ബി ഈസ് ദ കോഡ്. എ ബി ഈസ് എ കോഡ്. perpendicular from center to the chord. Bisect the chord. ഇതാണ് നമുക്കറിയാവുന്ന കാര്യം. അപ്പം അങ്ങനെയാണെങ്കിൽ
ഇതൊരു പകുതി 55 ഡിഗ്രി വരും. ബിക്കോസ് ദിസ് ഈസ് ആൻ ഐസോസലസ് ട്രയാങ്കിൾ. ഒ എ ആൻഡ് ഒ ബി ആർ ഈക്വൽ. ദിസ് ഈസ് 55 ഡിഗ്രി. 110ൻ്റെ പകുതി. ഓക്കെ, ഇത് 7 ആണ്. അപ്പോൾ നമുക്ക് എഴുതാമല്ലോ, ഇൻ ട്രയാങ്കിൾ ഒ പി എ എന്താണ് സൈൻ എ അല്ലെങ്കിൽ സൈൻ 55 ഡിഗ്രി ഇസ് ഈക്വൽ ടു എ പി ബൈ 7. എ പി ബൈ 7 സൈൻ 55 ഡിഗ്രി. സൈൻ 55 ഡിഗ്രി എത്രയാണെന്ന് നമുക്കറിയാം. എത്രയാണ് സൈൻ 55 ഡിഗ്രി? ദാറ്റ് ഇസ് ഈക്വൽ ടു 0.81. 0.81 ഇസ് ഈക്വൽ 2 ഡിജിറ്റാണ് എടുത്തിരിക്കുന്നത്. എ പി ബൈ 7. Therefore, AP is equal to 7 into 0.81. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നു 7 into 0.81 5.67 സെൻറ്റിമീറ്റർ എന്ന് വരുന്നു. 5.67 സെൻറ്റിമീറ്റർ എ പി. Therefore, length of the chord AB is equal to 2 into 5.67, that is equal 11.34 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. പിന്നെ ഒ പി കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഒ പി കാണണമെങ്കിൽ കോസ് 55 ഈസ് ഈക്വൽ ടു ഒ പി ബൈ 7. ഇതിൽ നിന്ന് ഒ പി ഈസ് ഈക്വൽ ടു 7 into cos 55. ഇതിൽ നമുക്ക് കിട്ടുന്നത് 7 into 0.57, that is equal to 3.99. ഇത് രണ്ടും അറിഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് എ ബി ഇൻറ്റു ഒ പി. ഇതിൽ നിന്ന് നമുക്ക് 22.62 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ കണക്കാക്കിയെടുക്കാൻ പറ്റും. ഇതാണ് മൂന്നാമത്തെ ചോദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി നാലാമത്തെ ചോദ്യം നോക്കാം. ഇതിനകത്ത് 59th വർക്ക്ഷീറ്റിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. There is a stretched string from the top of a flag post. ഒരു ഫ്ലാഗ് പോസ്റ്റിൻ്റെ മുകളിൽ നിന്ന് ഒരു സ്ട്രിങ് ഇങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുകയാണ്. ഫ്ലാഗ് പോസ്റ്റിൻ്റെ മുകളിൽ നിന്ന് ഒരു സ്ട്രിങ് ഇങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുന്നു. ഇതാണ് there is a stretched string from the top of a flag post to a point on the ground at the distance 50 meter from the foot of the flag post. ഇതൊരു ഫ്ലാഗ് പോസ്റ്റാണിത്. ഈ ഫ്ലാഗ് പോസ്റ്റിൻ്റെ ചുവട്ടിൽ നിന്ന് 50 മീറ്റർ അകലെ നിന്ന് ഒരു സ്ഥലത്തേക്ക് ഇവിടെ നിന്നൊരു സ്ട്രെച്ച്ഡ് സ്ട്രിങ് വലിച്ചിങ്ങനെ കെട്ടിയിരിക്കുകയാണ്. ഒരു ചരടിങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ വരുന്നുണ്ട് എ ബി സി. ഇത് 50 മീറ്റർ. ഓക്കെ, ഇതാണ് സിറ്റുവേഷൻ. ഓക്കെ, ഡ്രോ എ ഡയഗ്രാം. ഇതാണ് ഡയഗ്രാം. കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദ ഫ്ലാഗ് പോസ്റ്റ് ആൻഡ് ദിസ് മേക്ക് 40 ഡിഗ്രി. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ഫ്ലാഗ് പോസ്റ്റ്? വളരെ സിമ്പിളായിട്ട് എഴുതാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡയഗ്രാം വരയ്ക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് പറയാമല്ലോ, h/50 is equal to tan 40. h/50 is equal to tan 40. Therefore, h is equal to 50 into tan 40. That is equal to 50 into 0.83. That is equal to 41.5 meter എന്ന് എഴുതാൻ സാധിക്കും. ആൻഡ് സി ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്. ഈ സ്ട്രിങ്ങിൻ്റെ നീളം എത്രയാണെന്ന് നമുക്ക് എഴുതാം.
cos 40 is equal to 50 by x. Therefore, x is equal to 50 by cos 40. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 65.78 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ വർക്ക്ഷീറ്റിൽ കൊടുത്തിരിക്കുന്നത്. അത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇത് വീണ്ടും ചെയ്ത് പഠിക്കുക. ഓക്കെ.